പുറയിലാണെങ്കിൽ പപ്പായും മമ്മിയും നിൽക്കുന്നുണ്ട്. ഈ പെട്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ ചിരിക്കുന്നുമുണ്ട്. എല്ലാവരും എൻ്റെ വീട്ടുകാരും എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഈ പെട്ടിക്കകത്ത് എന്താണെന്ന്. ഒരു പിടുത്തമില്ല എന്താണെന്ന്. തുറന്നു നോക്കുമ്പോഴേ അറിയുള്ളൂ. അയ്യടാ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഇതെല്ലാം കിട്ടിയ നൈറ്റ് കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഇതെല്ലാം ഞാൻ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറച്ച് റിലേറ്റീവ്സ് എനിക്ക് ഗോൾഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗിഫ്റ്റുകളാണ് ഇത് മൊത്തം. അപ്പം ഇത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പം നിങ്ങളുടെ മുമ്പിൽ എല്ലാം അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഗിഫ്റ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഇതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഇത് എന്താണെന്ന് എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഇതെന്താണെന്ന്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യാൻ? അപ്പോൾ നമുക്ക് ഓരോന്നും തുറന്നു നോക്കാം. ഇത് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഇതാര് തന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ തന്നെ കിട്ടിയ ഒരു കവറിനകത്ത്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാനൊന്നുമില്ല. അടുത്ത ഗിഫ്റ്റായിട്ട് ഫൈനാൻസസ് ഷോപ്പിൽ നിന്ന് മേടിച്ച ഗിഫ്റ്റാണ്. എനിക്ക് എന്നാ നോക്കാം. അയ്യോടാ, നൈറ്റുകുട്ടിക്ക് കിട്ടിയൊരു പട്ടിക്കുട്ടിയാണ്. നല്ല രസമുണ്ട്. കല്യാൺ സിൽസിൽ നിന്നാണ് മേടിച്ചത്. നല്ല രസമുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡോഗാണിത്. നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം. ഇതും കല്യാൺ സിൽസിൽ നിന്നാണ്. ഒരാൾ തന്നെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്ക് നോക്കിച്ച് നോക്കാം. അവർക്ക് ഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ജീൻസും ടോപ്പുമാണ്, അല്ല ജീൻസാണ്, ഒരു ജീൻസും ടോപ്പുമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ട് ഡ്രസ്സാണ്. ഇനി അടുത്ത ഗിഫ്റ്റിലേക്ക് പോകാം. ഇതെന്താണെന്ന് നോക്കാം. ഒരു ഫ്രോക്കാണ്. ബ്ലൂ കളറുള്ള ഫ്രോക്കാണ്. നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാകമാവത്തില്ല. ഒരു വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രോക്ക്. നല്ല ഭംഗിയുണ്ട്. നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നു ഈ ഫ്രോക്ക് കണ്ടിട്ട്. അതിൻ്റെ ഒരു സീക്വൻസും ഉണ്ട് ഫ്രണ്ടിൽ. ഇതാണ് സംഭവം. ഈ കവറിനകത്ത് എന്താണ് നോക്കാം. ഇതൊരു ഫ്രോക്കാണ്. വൈറ്റും യെല്ലോയും കൂടി ചേർന്നൊരു ഫ്രോക്കാണ്. ഇപ്പൊ പാവാത്തില്ല. ഒരു 2 വയസ്സ് 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇടാൻ പറ്റുന്ന ഫ്രോക്ക്. അതിൻ്റെ കൂടെ പെയർ ചെയ്യാനുള്ള ഒരു ബുക്കർ വെച്ചിട്ടുണ്ട്. ഈ ബോക്സ് എന്താണെന്ന് നോക്കാം. ഇതൊരു ഉടുപ്പാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി ഒരു ടോപ്പും വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി വെക്കാൻ വേണ്ടി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്. മറ്റെല്ലാ ഫ്രോക്കിനെ വെച്ച് നോക്കുന്നു. അതൊരു ബ്ലൂ കളറാണ്. പ്ലസ് ബ്ലൂ കളർ അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് വൈറ്റ് ആയിട്ട്, വൈറ്റും ബ്ലൂ കൂടി ഷെയ്ഡായിട്ടുള്ള ഒരു ടോപ്പ്. ഇപ്പം ഇടാൻ പറ്റും. അടുത്ത ഇതുപോലൊരു ബോക്സാണ്. ഒന്നും പേര് എഴുതിയിട്ടില്ല. എനിക്കൊന്ന് പൊട്ടിച്ച് നോക്കാമേ. അയ്യോടാ, ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോക്കാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു ഓറഞ്ചാണ്, പീച്ചിനാണ്, എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് ഫ്രോക്ക് കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്ക്. കിട്ടിയതാണ്. അതിൻ്റെ കൂടി ഒരുപാട് ഡ്രസ്സുകളായി കൂടുതലും കിട്ടിയിട്ട് ഓരോന്നും പൊട്ടിച്ച് നോക്കുകയാണ്. അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാമേ. അയ്യടാ, അവർക്ക് ബൂട്ട്സായിട്ട് ഇടാൻ വേണ്ടി
പോലെയുള്ള ഇത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റോസും ഓഫ് വൈറ്റും കൂടെ ചേർന്നുള്ള ഒരു ഫ്രോക്കാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് നെക്കർ. പിന്നെ ഒരു പാമ്പർ കൂടെ തന്നിട്ടുണ്ട്. ഒരു സെറ്റായിട്ടാണ് മൊത്തം തന്നിരിക്കുന്നത്. റോസും ഓഫ് വൈറ്റും കോമ്പിനേഷൻ പെയർസാണ് മൊത്തം തന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇടാം, കാരണം അവർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സാണ്. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. അയ്യോ, ഇതൊരു ഫ്രോക്കാണ്. ബ്ലൂ വൈറ്റും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അത് രസമുണ്ട്. അതിലൊരു ബോയ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ട് തോന്നി. ഓഫീസിന്ന് എന്താണ് കിട്ടിയെന്നുള്ളതുകൊണ്ടാണ്. ഇതൊരു ടോപ്പും അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. ഒരു ഡ്രസ്സും കൂടെയാണ്. ജസ്റ്റ് ഫ്രോക്ക് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതെന്താണെന്ന് നോക്കാവേ. ഇത് കവറിൽ ഇട്ടുകൊണ്ടാണ് തന്നെ കവറിൽ മാറ്റി വെച്ചതന്നെ. ഇതും രണ്ട് ഫ്രോക്കാണ്. അയ്യോ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ് യെല്ലോ. അത് യെല്ലോ കളറിലുള്ള ഒരു ഫ്രോക്കും പിന്നെ റോസ് കളറിലുള്ള ഒരു ഫ്രോക്കുമാണ്. അത് ക്യൂട്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാഗും ഉണ്ട്. അവർക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി അത് രസമുണ്ട്. ചെറിയ ക്യൂട്ടായിട്ടൊരു ബാഗ്. സിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിപ്പൊന്നും ഇല്ല കേട്ടോ, ഒട്ടിക്കാനും ഇല്ല. ചുമ്മാ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് തുറക്കാം. യെല്ലോ ഫ്രോക്കും പിന്നെ ബാഗ് കൂടിയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് ഓഫീസിൻ്റെ. ഇതിനകത്ത് ഒരു പാൻറ്റ്. അയ്യോ, ഇതിൻ്റെ താഴെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. പാൻറ്റിൻ്റെ താഴെ തന്നെയാണ് നല്ല ഫ്രില്ല് വെച്ചൊരു സംഭവമാണ്. അതുപോലെ തന്നെ ടോപ്പ്. ഒരു വെറൈറ്റി ഫാഷൻ കിട്ടിയിട്ടില്ല. എല്ലാം ഫ്രോക്ക് ആയതുകൊണ്ട് ഇങ്ങനത്തെ സംഭവം കിട്ടിയിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. ക്രീം കളറാണ്. ഫ്രണ്ടിൽ ഫ്രില്ലുണ്ട്. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ അടിയിൽ ഫ്രില്ലുണ്ട്. നല്ല രസമുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് നോക്കാവേ. ഒരു ഫ്രോക്ക് ഉണ്ട്. ഇതും രണ്ട് ഫ്രോക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഒരു ഓറഞ്ച് കളറുള്ള ഒരു ഫ്രോക്കും ഒരു ഗ്രീൻ കളറുള്ള ഫ്രോക്കുമാണ്. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ട് കാഷ്വൽ ലുക്ക് തോന്നി. നല്ല ഭംഗിയുണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. റോസ് കളറുള്ള ഒരു ഫ്രോക്ക്. അത് മേളിലും ഫ്രില്ലുണ്ട്, താഴെയും ഫ്രില്ലുണ്ട്. പിന്നെ അത് സ്വീറ്റ്നസ് ആണ് ഫുള്ള് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. നേരത്തെ കുട്ടിക്ക് അടിപൊളി ഫ്രോക്കായിട്ട് നല്ല രസമുണ്ട്. ഇത് കവർ നല്ല രസമുണ്ട്. പിന്നെ പാക്ക് ചെയ്തേക്കുന്നത് വൈറ്റ് പേപ്പർ വെച്ച്. ഇവിടെ ഒരു വൈറ്റ് ഫ്രോക്ക്, പിന്നെ ഇതുപോലെ ലെയർ ആയിട്ടുള്ള ഫ്രോക്ക്. അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി ഹെയർ ബാൻഡ്. നല്ല ഭംഗിയുണ്ട് ഈ ഫ്രോക്ക്. 2 പീസായിട്ടാണ് അറ്റാച്ച്ഡ് ഉണ്ട്. ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് ഒരു നിക്കറും അതുപോലെ തന്നെ അതിന് പെയർ ചെയ്യാൻ വേണ്ടി ഒരു റോസ് ടോപ്പാണ്. നല്ല രസമുണ്ട്. ഈ മൊബൈലിൻ്റെ ഒക്കെ പോലെ ചിറക് പോലെ ഇരിക്കും ഈ ടോപ്പ് കാണാൻ. നല്ല ഒരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് നിൽക്കും ബ്ലൂ. എന്താണ് ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ നിക്കറും അതിന് പെയർ ചെയ്യാൻ വേണ്ടി ടോപ്പുമാണ്. നല്ല രസമുണ്ട്. കളർഫുൾ ആയിട്ടുള്ള പല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് വന്നിരിക്കുകയാണ്.
ഒത്തിരി കളേഴ്സും ഉണ്ട് ഇതിനകത്ത്. ഇത് ഫണ്ണി ഡേയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, രസമുണ്ട്. അതിൻ്റെ കൂടെ വേറെ എന്തും വെക്കണം, നല്ല ഭംഗിയാണ്. ഇതെന്താണോ അയ്യോടാ, ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഉടുപ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ടവൽ കിട്ടിയിട്ടുണ്ട്, അതിൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഫ്ലവർ ഒരു സ്റ്റിക്കറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹെയർ ബാൻഡും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് പെയർ ചെയ്യാൻ. നമുക്ക് ഇനിയും ഗിഫ്റ്റ് കിടപ്പുണ്ട്, നമുക്ക് ഓരോന്നോളം നോക്കണം. ഇനി ഇതിനകത്ത് വെച്ചാൽ കനക്കൂടിയതാണെന്ന് തോന്നുന്നു. ഇത് സംസാരിക്കുന്ന പൂച്ചയാണ്. ബാറ്ററി ഇടാൻ ഇവിടെ ഓപ്ഷനുണ്ട്. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ബാറ്ററി ഇടണം. അടിപൊളി സംഭവം, അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രോക്ക്, ക്യൂട്ടായിട്ടുള്ള ഫ്രോക്ക്, അവർക്കിപ്പോൾ ഇടാൻ പറ്റുന്ന ഫ്രോക്കാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന രണ്ട് ബൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹെയർ ബാൻഡും ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്. ഇപ്പോൾ അവർക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്, ഒരു ഫ്രോക്കാണ്. ഇതൊരു റെഡല്ല, ഒരു ഡാർക്ക് റെഡ് പോലത്തെ ഷെയ്ഡ്, നല്ല ഭംഗിയുണ്ട്. ഇനി ആരെയും കൂടി 2 ഗിഫ്റ്റ് കൂടി ഉള്ളൂ. ഈ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം, ഇതെന്താണെന്ന്. പിന്നെ നമുക്ക് ഈ ഗിഫ്റ്റ് കൂടി ഉള്ളൂ, ബാക്കി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നൈറ്റുകുട്ടിക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടി, അതെല്ലാം ഫ്രോക്കുകളായിരുന്നു. അതുപോലെ 2 പാവക്കുട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് കളിക്കുന്നൊരു സംഭവമാണ്. ഐറ്റംസ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു സംഭവം. പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇത് വെക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അങ്ങനത്തെ സംഭവമാണ് ഇത്. കുറേ പാർട്സ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, എല്ലാം ചേർത്ത് വെച്ചാലുള്ള എന്താണെന്ന് ലാസ്റ്റ് ഗിഫ്റ്റാണ് ഇത് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. നൈറ്റുകുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്, അപ്പം ഇത് നമുക്ക് അൺബോക്സിങ് ചെയ്യണ്ടേ? അപ്പം നമുക്ക് നോക്കാവേ. ക്യാമറയുടെ പുറയിലാണെങ്കിലും പപ്പായും മമ്മിയും നിൽക്കുന്നുണ്ട് ഈ പെട്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി. അവർ ചിരിക്കുന്നുമുണ്ട്. എല്ലാവരും, എൻ്റെ വീട്ടുകാരും എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഈ പെട്ടിക്കകത്ത് എന്താണെന്ന്. കാര്യമായിട്ട് എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നു, അനക്കമൊക്കെ കിട്ടുന്നുണ്ട്. ജീവനുള്ള വസ്തുവാണോ നാട്ടിൽ? നൈറ്റോയ്ക്ക് പട്ടിയതെല്ലാം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. ഒരു പിടുത്തമില്ലല്ലോ എന്താ, തുറന്നു നോക്കുമ്പോഴേ അറിയുള്ളൂ. അയ്യോടാ, അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ടെഡി ബിയർ. അവളേക്കാളും വലിയൊരു ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ അവൾക്കൊന്നും പറ്റത്തേയില്ല, അവളേക്കാളും വലിയ ഗിഫ്റ്റാണ്. അപ്പം എൻ്റെ പകുതി ഉണ്ട് ഈ ടെഡി ബിയർ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് റോസ് കളർ കൂടിയാണ്. അവൾക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്. കൊണ്ട് നടക്കുകയും ചെയ്യാം, വലുതാവട്ടെ, എന്നിട്ട് വേണം ഈ ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പം എല്ലാ ഗിഫ്റ്റും ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഓരോ ഗിഫ്റ്റും. ഈ ഗിഫ്റ്റുകളെല്ലാം തന്ന ഓരോരുത്തർക്കും ഞാൻ വളരെയധികം താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗിഫ്റ്റുകളെല്ലാം അവർക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇതുപോലത്തെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പം ഇനിയും ഒരുപാട് വീഡിയോസുമായി ഞാൻ വീണ്ടും കാണാം. ഓക്കെ, ബൈ.